ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ടുള്ള വീഡിയോ ആണ്, വീക്കെൻഡിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സാറ്റർഡേയും സൺഡേ ആണ് വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാറ്റർഡേ രാവിലെ തന്നെ ഞാൻ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് മേലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആമിക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് ഓർത്തു. നല്ല വെയിലാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ തുണികളും കൂടി വിരിക്കാമെന്ന് ഓർത്തിട്ട് തുണികളും കൂടി വിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കിച്ചണിലുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് കളയാനുള്ള വേസ്റ്റൊക്കെ ഹസ്ബൻഡ് കൊണ്ടുപോയി കളയുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറിയുടെ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ആയപ്പോഴത്തേനും നന്നായിട്ട് കുതിർന്ന് കിട്ടി. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലിട്ട് ഒരു 8 വിസിൽ കേൾപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രീൻ പീസ് നല്ല വേവുള്ളതാണ്. അപ്പോൾ അധികം വേവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുന്നതിനിടയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറുമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ഒരു മീഡിയം സൈസിലുള്ളൊരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോളയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ സവോളയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സവാള ഞാനിപ്പോൾ ഒരു വലുത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കാരണം നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോയും എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരുപാടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് ഒരു 8 വിസിൽ കേട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടും കൂടി ഇത് വെന്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇതൊരു 3/4 ഭാഗമാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഒരു 2 വിസിലും കൂടി കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബീൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറുമ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ബീൻസും കൂടി ചേർക്കാറുണ്ട്. ഒന്ന് നീളത്തിനൊന്ന് അരിഞ്ഞിട്ടിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ഇതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തു. വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനിടയിൽ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലാസ്, ഗരം മസാലാസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരുംജീരകം, നല്ല ജീരകം, അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും പിന്നെ മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതലായിട്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതുവരേക്കും ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ കൂട്ടാണ് ഇതിലേക്ക് ഈ ഒരു കറി തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതും. പിന്നെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ് കേട്ടോ. മസാലയുടെ മണം കുറവായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്, ഒരു തിക്നെസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് കടുകും കൂടി താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചവ്വരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചവ്വരി നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം വേവിച്ചതിന് ശേഷം കുറച്ച് പായസം പോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാലിൽ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഏലക്കായും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ആമിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം ചവ്വരി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചവ്വരി മാത്രമായിട്ട് ഞാനിങ്ങനെ പായസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആമിക്കിങ്ങനെ. പിന്നെ അതിനുശേഷം കുറച്ച് തുണികൾ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആമിയുടെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടുന്ന സാരി സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബ്ലൗസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡൊന്ന് അടിച്ച് കൊടുക്കാനായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലിടാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് കുറച്ച് ഡ്രസ്സസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് പാകം അല്ലായിരുന്നു, എക്സലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും കറക്റ്റ് പാകമല്ലായിരുന്നു. ഇതിനിടയിൽ തന്നെ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ കാണിക്കാൻ മറന്നു പോയതാണ്.
അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ചൂട് പിടിച്ച് കിടക്കുവാണ്, നമ്മുടെ കിച്ചണിലൊന്നും കയറാനൊന്നും പറ്റുന്നേ ഇല്ല. പിന്നെ ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും വിം ജെല്ലും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. ഉറുമ്പിൻ്റെ ശല്യം അധികമാണ്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉറുമ്പ് അധികമായിട്ട് വരത്തില്ല. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കത്തില്ല കേട്ടോ, അപ്പോൾ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. എനിക്കിപ്പോൾ ഈ ഒരു ബോക്സിൽ ഒരു അരഭാഗത്തോളം മതി. ഇതിപ്പോൾ എനിക്ക് 2 ആഴ്ചയിൽ കൂടുതൽ വരും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണിത് ഞാൻ സൂക്ഷിക്കുന്നത്. പിന്നെ നമുക്കിത് മസ്ക് മെലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്, മസ്ക് മെലോണിൻ്റെ വേറൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതും കൂടി ജ്യൂസ് ഒന്ന് അടിക്കാമെന്ന് ഓർത്തിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്, നമ്മുടെ ആടുജീവിതം മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുളിച്ച് റെഡിയായതിന് ശേഷമാണ് ജ്യൂസൊക്കെ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. PVRലാണ് പോയത്, PR മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂവിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നോവൽ ഞാനങ്ങനെ വായിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കഥയൊക്കെ ഏകദേശം അറിയായിരുന്നു. പിന്നെ മൂവി അടിപൊളിയാണ്, കാണാത്തവരെന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാം. പിന്നെ സൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പവും കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയത്. പിന്നെ അധികം ജോലികളൊന്നും ഇല്ലായിരുന്നു സൺഡേ ഈസ്റ്ററും കൂടി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ ദം ബിരിയാണി ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുറത്തുനിന്നാണ് മേടിച്ചത്. ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങി. പിന്നെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്ത് പോയി. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ശരവണ സ്റ്റോറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആമിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ അതുവഴി നമ്മൾ പാർക്കിലേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെന്നൈയിൽ ഫേമസ് ആയിട്ടുള്ളൊരു മലയാളിയുടെ ഷോപ്പുണ്ട്, മൾബറി എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ജ്യൂസൊക്കെ മേടിച്ചത്. ഞങ്ങൾ ലസ്സി കുടിച്ചു, ആമിക്ക് കോക്കനട്ട് ജ്യൂസാണ് മേടിച്ചു കൊടുത്തത്, ടെൻഡർ കോക്കനട്ട് ജ്യൂസ് മേടിച്ചു കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ അണ്ണാനഗർ പാർക്കിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ഒന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം വീട്ടിലൊന്നും ഇരിക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതുപോലെ പാർക്കിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആമിക്ക് ഒന്ന് റിലാക്സ് ആവുമല്ലോ. അപ്പോൾ അവൾ കുറേ നാളായി ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഓടി കളിച്ചിട്ട്. വീട്ടിലും അങ്ങനെ സൗകര്യമൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പാർക്കിലേക്ക് വരാമെന്ന് ഓർത്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ എത്തി. ശരവണയിലേക്ക് പോയപ്പോൾ തന്നെ ഒരു ഏകദേശം 4 മണിയോളം ആയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേനും 5-5:30 ആയി. പിന്നെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, കുറേ നേരം ഇവിടെ ആമിയെ പാർക്കിലൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ തിരികെ വീട്ടിൽ പോകാനുണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.